സോ ഗൈസ് നമ്മളിപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അകത്താണ്. ഇതിപ്പം ഈ കാണുന്നതൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഗൈസ് നമ്മൾ നടന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇനിയും കവർ ചെയ്യാനുണ്ട്. ആ മുകളിലത്തെ ഭാഗത്തോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല. ഇത് മൊസന്താസ് ആണെന്ന് തോന്നുന്നു. ഇത്ര ആവാൻ തന്നെ ചിലപ്പോൾ ഒരു വർഷം എടുത്തേ. ഇതൊക്കെ നല്ല പ്രായമുള്ളതാണ് ഈ ബോൺസായി ഒക്കെ. ഇതുണ്ടോ, ഇതെങ്ങനെ വളർന്നിരിക്കുന്നു നോക്കി. 1,50,000 രൂപയുടെ ബോൺസായി ആണ് നിൽക്കുന്നത്. ഒറ്റ പ്ലാന്റിൽ നിന്നില്ല ബ്രാഞ്ചസ് വന്നിട്ട് 4 lakhs ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പേവിങ് സ്റ്റോൺസ് ആണ് ഇവിടെ ഉള്ളത്. ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യുന്ന പെബിൾസ് പല സൈസിൽ പല മോഡലിലുണ്ട്. ആക്ച്വലി നമുക്കാണെങ്കിൽ ഈ സ്റ്റോണിന്റെ റേറ്റ് അതൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡേ ബൈ ഡേ വേരി ചെയ്യും. ഇന്ന് പറയുന്ന വിലയായിരിക്കത്തില്ല നാളെ. അതാണ് നമ്മൾ പറയാത്തത്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോൺ ഇഷ്ടപ്പെട്ട് ഏത് മോഡലാണോ അത് തൂക്കി പെർ kg ആണ് ഇവിടെ റേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാം. വീട്ടിനകത്ത് വയ്ക്കുന്ന ചെടിച്ചട്ടികളിൽ ഇടുന്ന ചെറിയ പെബിൾസ് ഉണ്ടല്ലോ, അതുണ്ട്. ചെറിയ നമ്മുടെ ഈ ഫാൻസി കളേർഡ് സ്റ്റോൺസ് അതൊക്കെ ഉണ്ട്. പിന്നെ ക്രഷ്ഡ് സ്റ്റോൺസ് എല്ലാം ഉണ്ട് ഇവിടെ. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ വാട്ടർ ഫൗണ്ടൈൻസ് ആണ്. പല വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ വില ഇത് വെറും 5,700. ഇതിൻ്റെ മോട്ടർ വെച്ചിട്ട് പമ്പ് ചെയ്ത് തിരിച്ച് വാട്ടർ റിട്ടേൺ വരും. ഇത് മറ്റേ ഫാൻസി ടൈപ്പ് ആമ്പലുകൾ. ആക്ച്വലി ഇതുപോലത്തെ ചെറിയ പോണ്ട് ഇവിടെ കിട്ടും കേട്ടോ വാങ്ങാൻ. ഇതുപോലെ വേണമെങ്കിൽ ഇവിടെ അതും ചെയ്തു കൊടുക്കും. ഇവിടെ ചെറിയൊരു കുളമുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ്. സംഭവം നല്ല രസമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാടുണ്ട് ഇവിടെ. നമുക്ക് നടന്ന് കാണാനായിട്ട് ഒരുപാടുണ്ട്. വാട്ടർ ബോഡിയിൽ അനുബന്ധിച്ച് വളർത്താവുന്ന ചെടികളാണ്. എന്ന് വെച്ചാൽ അങ്ങനെ വെച്ചാൽ ഇത് കാണാനും ഭംഗിയുള്ളൂ. ഇതൊക്കെ നല്ല വെള്ളം ആവശ്യമുള്ള ചെടികളാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഹ്യൂജ് കളക്ഷൻ ഓഫ് ലോട്ടസസ് ആൻഡ് ആംബൽസ് പല കളറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. ചെറിയ വാട്ടർ ബോഡി വീട്ടിലുണ്ടെങ്കിൽ കൊണ്ട് അതിലിട്ടാൽ മാത്രം മതി. ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരു നാച്ചുറൽ വാട്ടർ ബോഡി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാനാണെന്ന് വെക്കുക. അതിനെ നമുക്ക് എന്താണ് ഒരു അക്വാസ്കാപ്പായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടത്തേക്കുള്ള വാട്ടർ പ്ലാന്റ്സ് ആണ് ഇവിടെ മുഴുവനുള്ളത്. ഇത് ഒരു ചെളിക്കകത്ത് മണ്ണിൻ്റെ മിക്സ്ചർ ഇത് വെള്ളത്തിലോട്ട് ഇറക്കിയാണ് വെച്ചിരിക്കുന്നത്. നമുക്കിങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ടൈപ്പിലാണ് ഇവർ വെച്ചിരിക്കുന്നത്. ആമ്പലെന്ന് വെച്ചാൽ അതിൻ്റെ ഇല ഒരിക്കലും ആ സർഫസിൽ നിന്ന് പൊങ്ങി വരത്തില്ല. പൊങ്ങി വരുന്നതുകൊണ്ട് വലുതാകുമ്പോൾ പൊങ്ങി വരും, എന്നാലും ഒരു സെർട്ടൈൻ ഹൈറ്റ് വരെ എത്തും. അതുപോലെ ആമ്പലിന്റെ ഇലയിലാണ് വി ഷേപ്പ് കട്ടിങ് ഉള്ളത്. ലോട്ടസിന്റെ ഇല സർക്കുലർ ഷേപ്പ് ആയിരിക്കും, വി ഷേപ്പ് കട്ടിങ് കാണത്തില്ല. അകത്തേക്ക് ഒരു കുഴിവ് കാണും. ഇനി അത്രയും നമ്മളെ വെജിറ്റബിൾ ഐറ്റംസ്, മുളക് ഇതായി നിൽക്കുന്ന അത്രയും മുളകാണ്. ഇതെല്ലാം വഴുതന, എല്ലാം വെജിറ്റബിൾ ഐറ്റംസ് ആണ്. എന്ത് സാധനം ഉണ്ടെങ്കിലും ഇവിടെ ഒന്ന് വാങ്ങാം. എന്താ വെച്ചാൽ ഇതാ ഈ നിൽക്കുന്നത് ക്യാബേജ് ആണോ? ഇത് കണ്ടോ, ക്യാബേജ്, കോളിഫ്ലവർ എല്ലാം ഇവിടെ ഉണ്ട്. ഇത് ആക്ച്വലി ചീരയുടെ ഒരു വെറൈറ്റിയാണ്. ഇത് വർഷച്ചീര എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് വർഷത്തിൽ ഒരു തവണയാണ് ഇതിൽ സീഡ് വരുന്നത്. നമ്മുടെ സാധാരണ വീട്ടിൽ നിൽക്കുന്ന ചീരയൊക്കെ എന്താണ്, ഒരു മാസമൊക്കെ ആകുമ്പോൾ അതിൽ വിത്ത് വന്നിട്ട് അതങ്ങ് മുറ്റി പോകത്തില്ലേ. അപ്പോൾ നമ്മളത് എടുത്ത് ഉപയോഗിക്കും കട്ട് ചെയ്ത്. ഇതാണെങ്കിൽ നല്ല പൊക്കത്തിൽ വളരുകയും ചെയ്യും, ബുഷിയായിട്ട് വളരും. നമുക്ക് ഇതിൽ നിന്ന് ഇല മാത്രം പറിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇതിൽ വിത്ത് വരത്തുള്ളൂ. ആക്ച്വലി നല്ല ഇത് കായ്ബലം ഉണ്ടായിരുന്ന കുടംപുളിയാണ്. അപ്പോൾ അതിലാണ് ഈ പാരസൈറ്റിക് അഡാപ്റ്റേഷനായ ഇത് ഇത്തിളല്ല, ഇത് സീതത്താളി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അപ്പോൾ അത് പടർന്ന് പിടിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ കായ്ബലമൊക്കെ പോയി, ഇലയൊക്കെ പോയി. ഇതിപ്പോൾ ഏകദേശം ജീർണിച്ച അവസ്ഥയാണ്. പിന്നെ ഇവിടെയാണ് പ്ലാസ്റ്റിക്കിലുള്ള ചട്ടികൾ പല സൈസിലുള്ളത്. ആക്ച്വലി ഇവിടെ എന്ന് പറഞ്ഞാൽ ആർട്ട് എംപോറിയം എന്നാണ് ഈ സെഗ്മെന്റിന് അവർ പേരിട്ടിരിക്കുന്നത്. ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇന്റീരിയർ ചെയ്യില്ലേ, ഇന്റീരിയർ ചെയ്യുമ്പോൾ അവിടെ വയ്ക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യാനുള്ള സെറാമിക് പോട്ട്സ്, പിന്നെ പല ടൈപ്സ് ഓഫ് സ്കൾപ്ചേഴ്സ് ആർട്ട് എംപോറിയം എന്നുള്ള സ്ഥലത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറഞ്ഞ ടൈപ്പ് വേണമെങ്കിൽ കുറഞ്ഞത് ഇവിടെ അവൈലബിൾ ആണ്. നാച്ചുറൽ വുഡൻ ഫിനിഷിൽ വരുന്നതാണ്, പക്ഷേ അത് സെറാമിക് ആണ്.
ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പെയിന്റിംഗ് ആണ്. പെയിന്റിംഗ് ചെയ്ത് കൊടുക്കുന്ന ആളുടെ ഫോട്ടോയൊക്കെയാണ് അവിടെ വച്ചിരിക്കുന്നത്. ഇത് അവർ പറയുന്ന പ്രൈസ് ഉണ്ട്, ബേസിക് പ്രൈസ്. അതിൽ നിന്ന് എന്തെങ്കിലും നെഗോഷിയേറ്റ് തരും. ഇത് 5 രൂപയാണ് ഇട്ടിരിക്കുന്നത്. ഇതൊരു ഔളിൻ്റെ ഷേപ്പാണ്, പക്ഷേ ഇത് 550 രൂപ. പക്ഷേ ഇതിൻ്റെ ചെറുതും അവൈലബിൾ ആണ്, ഇത് 450. പിന്നെ ഇതൊക്കെ ഇപ്പോഴത്തെ മോഡലാണ്, ഇത് ലെഗുള്ള പോട്ട്സ്. ഇപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം ഉള്ളതല്ല, ആർട്ട് ഇഷ്ടപ്പെടുന്നവർക്കും ചെയ്താണ്. ഇത് വെറൈറ്റിയാണ്. ഇതിനകത്തൊരു ചെറിയ രീതിയിലുള്ള ആൽഗ കിടപ്പുണ്ട്. അപ്പോഴും വെള്ളം അങ്ങനെ ചെയ്യാവുന്നു. ഇത് ഫിലമെന്റ്സ് ആൽഗ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഇത് 24 മണിക്കൂർ തിളപ്പിച്ചിട്ട് അത് ആറിയിട്ട് ആ വെള്ളത്തിലാണ് ഇത് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ബോട്ടിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അല്ല ഇതൊക്കെ നമുക്ക് ഈ ടീപ്പോയിലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ കയറിയത് ആർട്ട് എംപോറിയത്തിലാണ്. പുതിയ പുതിയ വീട് വയ്ക്കുന്നവർക്കും വെച്ചവർക്കും ഒക്കെ അതെ ഉപയോഗപ്പെടുന്നവരായിരിക്കും. വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻ. ഇവിടെ എന്ന് പറയുന്നത് ഇന്റീരിയർ പ്ലാന്റ്സിന്റെ സെക്ഷൻ ആണ്. നമ്മൾ ഇൻഡോർ വയ്ക്കുന്നില്ലേ, ഇതെല്ലാം ഇൻഡോർ ആണ്, കാരണം ഷെയ്ഡിൽ വളരുന്നതാണ് ഇതെല്ലാം. ഇതൊക്കെ 85 രൂപ. ലിവിങ്സ്റ്റോണിയ പാമ്പ് 225. ക്യൂട്ടായിട്ടുള്ള കൊച്ചു പാമ്പാണ് കണ്ടോ. CC പ്ലാന്റ്, ഇതാ ഗ്രീൻ CC പ്ലാന്റ് 200 രൂപയാണ് പെർ പ്ലാന്റ്. കലീത്തിയ ഫ്യൂഷൻ 250 രൂപ. ഇനി ആക്ച്വലി ഇവിടെ എന്ന് പറഞ്ഞാൽ കാക്ടസ്, ഹാങ്ങിങ് പ്ലാന്റ്സ് അങ്ങനത്തെ ടൈപ്പാണ് ഇവിടെ. 150 രൂപയാണ് കാക്ടസിന്റെ വില, അത്രേ ഉള്ളൂ. പല ടൈപ്പ് പല വെറൈറ്റി കാക്ടസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് വരുന്ന ഇൻഡോറിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നല്ല ഫേമസ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ സ്നേക്ക് പ്ലാന്റ്. വീട്ടിനകത്ത് വെക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഒരുപാട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതും റൂം നാച്ചുറലി പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ടൈപ്പ് ചെടിയാണ് ഈ സ്നേക്ക് പ്ലാന്റ്. നമ്മുടെ നാട്ടിൽ പണ്ട് സുപരിചിതമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇപ്പോൾ അധികം വീടുകൾ കാണുന്നില്ല. ആന്തൂറിയം അതും ഇവിടെ ഉണ്ട്. പല വെറൈറ്റി ആന്തൂറിയങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് സെക്കുലൻ്റ് വെറൈറ്റിയാണ് മൊത്തം. ഇത് ഈ കാണുന്നതെല്ലാം. ഇതെല്ലാം എങ്ങനെയാണ് ചെറിയ 100 രൂപ അല്ലേ? ഓക്കെ, ഇതെല്ലാം 100 രൂപയ്ക്കകത്ത് വരുന്ന പ്ലാന്റ്സ് ആണ് ഈ കാണുന്നതെല്ലാം. ഹവാത്തിയ 50 രൂപ തൊട്ട്. ഇതെല്ലാം പൂ ഇടുന്ന ടൈപ്പാണല്ലേ, പൂ വരുന്നതല്ലേ ഇതിൽ? ഈ സ്നാക്ക് പ്ലാന്റ് ഒക്കെ എങ്ങനെയാണ് റേറ്റ്? പല വെറൈറ്റിയാണ്. ശരിക്കും ബോട്ടണി അരച്ച് കലക്കി കുടിച്ചവർക്കാണെങ്കിൽ കറക്റ്റ് കാണുമ്പോൾ തന്നെ പേര് പറയാൻ പറ്റും. ഞാൻ പറയാൻ നേരത്ത് പലതും പല പേരുകൾ. യൂഫോർബിയ ടിറ്റിമാലോഡിയസ് വെറിഗേറ്റഡ് എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. വായിക്കൊള്ളാത്ത പേരുകളാണ് പ്ലാന്റ് കിട്ടും. ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ കേട്ടോ. ഏക്കറുകൾ കണക്കിനാണ് ഉള്ളത്. നടന്ന് വയ്യ പടമായി. ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഫെർട്ടിലൈസേഴ്സാണ്. പിന്നെ നമ്മുടെ ഈ ചകിരിച്ചോറ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടും. അതായത് ഒരു ഗാർഡന് ആവശ്യമുള്ള എല്ലാം ഇവിടെ കിട്ടും. ഇല്ലാത്തതായിട്ടൊന്നുമില്ല. ബയോമാനുവർ, ജൈവ വളം 30 രൂപ. അങ്ങനെയുള്ള വളവും കാര്യങ്ങളും എല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ നമ്മൾ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ ഒരുവിധം ഒരു 90% എങ്കിലും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. ഇനി നമ്മൾ പോകാത്ത ഏരിയകൾ വല്ലതും ഉണ്ടോയെന്നൊന്നും അറിയില്ല. 10 വരയ്ക്ക് വന്നതാണ്, ഇപ്പോൾ 10 ആയി. അത്രയ്ക്കും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഏക്കറുകൾ കണക്കിന് ഒരുപാട് ഏരിയാസ്. അത് ഒരു പല കാറ്റഗറൈസ് ചെയ്ത് പല പാർട്ടീഷനായിട്ടാണ് ഇവിടെ ചെടികളെല്ലാം വെച്ചിരിക്കുന്നത്. വരുന്നവർ എല്ലാവരും എന്തെങ്കിലും വാങ്ങി അല്ലെങ്കിൽ മനസ്സെങ്കിലും പറഞ്ഞിട്ട് ഇവിടെ പോകും. കാരണം വാങ്ങാൻ താല്പര്യമില്ലാത്തവർ കാണാനെങ്കിലും വരും. പ്ലാന്റ്സ് മാത്രമല്ല, അത് വെക്കാനുള്ള പോട്ട് ആർട്ട്പരമായിട്ടുള്ള കാര്യം, അതിന് വേണ്ടിയിട്ട് പ്രത്യേക ബോൺസായി ഇഷ്ടപ്പെടുന്ന അതിന് പ്രത്യേക കാറ്റഗറിയാണ്. ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഒരു ഫ്രീ ടൈം കണ്ടെത്തുക, വരിക ട്രിവാൻഡ്രത്ത് നമ്മുടെ കുഴിപ്പള്ളം. ആരും അറിയാത്ത ഒരു ഹിഡൻ ആയിട്ട് കിടക്കുന്ന സ്പോട്ടാണ്. ഞാൻ എന്തായാലും ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലൊക്കേഷൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥലത്തിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തേണ്ടതാണ്. സോ ഇവിടുത്തെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുത്തിരിക്കാം. അഡ്രസ് സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് നോക്കിയാലും. അതെ. ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും till then, bye bye.